വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ ഞാൻ പ്രതിപാദിച്ച ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ, അതായത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതായ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ 3 എപ്പിസോഡുകൾ ചെയ്തു. എന്നാൽ അതിൻ്റെ അനുബന്ധമായി വന്ന ചില ചോദ്യങ്ങളും ചില കമൻറ്റുകളും അവകളെ വിലയിരുത്തിക്കൊണ്ട് ഒരു എപ്പിസോഡും കൂടി ചെയ്യുവാൻ നിർബന്ധിതനായതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. കാരണം കമൻറ്റുകളിൽ വന്ന ചില കാര്യങ്ങൾ ഞാൻ വായെടുത്താൽ പൊട്ടത്തരമാണ് പറയുന്നത്, ദുരുപദേശമാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നു. എന്തെങ്കിലും ആകട്ടെ, തിരുവചനമാണല്ലോ അതിനെ തെളിയിക്കുന്നത്. ഞാൻ ആ കമൻറ്റിലേക്ക് കയറുകയാണ്. 2 പ്രധാന കമൻറ്റുകളാണ് ഞാനിവിടെ വായിച്ച് അതിനുള്ള വിശദീകരണം പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം സലീം വിക്രം എന്നാണ് യൂട്യൂബ് ചാനലിൽ പറഞ്ഞിരിക്കുന്ന പേര്. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ആദാമിന് ആദ്യം 2 ആൺമക്കളും കുറേ പെൺമക്കളും ഉണ്ടായിരുന്നു. മൂത്ത മകൻ ഇളയവനെ കൊന്നു. മൂത്തവൻ സഹോദരിമാരെ വിവാഹം കഴിച്ചതായി കാണുന്നില്ല. ഭൂമിയിൽ മറ്റ് മനുഷ്യരില്ല. എന്നിരിക്കെ എങ്ങനെയാണ് മൂത്ത മകനായ കയീൻ മറ്റൊരിടത്തു നിന്ന് വിവാഹം കഴിക്കുന്നത്? ഈ വിഷയം, കയീൻ്റെ ഭാര്യയെക്കുറിച്ചുള്ളൊരു വിഷയം ഞാൻ എൻ്റെ സന്ദേശത്തിൽ പ്രതിപാദിച്ചിട്ടില്ല. ഞാൻ പ്രതിപാദിക്കാത്ത വിഷയത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഞാൻ മണ്ടത്തരമാണെന്ന് പറയുന്ന ആ പ്രിയ സഹോദരൻ്റെ ചിന്താമണ്ഡലം എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഒരു വിഷയത്തിന് നമ്മൾ പ്രതിഷേധിക്കുമ്പോൾ ഏത് വിഷയത്തിനു വേണ്ടിയാണ് പ്രതിഷേധിക്കുന്നത് ആദ്യം ഒരു ധാരണ നമുക്കുണ്ടാകണം. കയീൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഏതോ ഒരു ശ്രോതാവ് കയീന് ഭാര്യ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഇതിനോട് ചേർത്ത് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. കമൻറ്റിൻ്റെ തുടർന്നുള്ള ഭാഗം കൂടി ഒന്ന് വായിക്കട്ടെ. അപ്പോൾ ദൈവിക പദ്ധതി പ്രകാരം ദൂതന്മാർ, അതായത് ദൈവത്തിൻ്റെ പുത്രന്മാർ, ആദാമിൻ്റെ പെൺമക്കളെ വിവാഹം കഴിച്ചു. ഇവരുടെ തലമുറയെയാണ് കയീൻ വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞാൽ ഡേവിഡ് പാസ്റ്ററിന് നിഷേധിക്കാൻ പറ്റുമോ? എന്നിട്ട് പറഞ്ഞിരിക്കുന്നത്, താൻ തൻ്റെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, ഡേവിഡ് പാസ്റ്റർ ഇപ്പോൾ തോന്നുന്നുണ്ട് 3ാമത്തെ ഭാഗം ചെയ്യണ്ടായിരുന്നു എന്ന്. ഇല്ലേ? തീർച്ചയായും യാതൊരു മനസ്താപവും എനിക്കില്ല. കാരണം ഞാൻ ഒരു കാലത്ത് ബൈബിൾ കോളേജിലെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെ പഠിച്ചെന്നുള്ള ധാരണയിൽ ഒക്കെ നടന്നൊരു കാലമുണ്ടായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ചു വെച്ചതൊക്കെ തെറ്റാണെന്ന് എനിക്ക് പറയേണ്ടി വരുമല്ലോ. കഴിഞ്ഞ നാളുകളിലേക്ക് പലരോടും പറയുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തത് തെറ്റാണെന്ന് തിരുത്തി പറയുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലോ എന്നൊക്കെ ഞാനും ചിന്തിച്ചൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പ്രാർത്ഥനയോടുകൂടി ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും തുടങ്ങിയപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഞാൻ ഇതേ കമൻറ്റിൽ നിന്ന് 1-2 ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ആദാമിൻ്റെ ആദ്യത്തെ 2 മക്കൾ കയീൻ, ഹാബേൽ എന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. എന്നാൽ കുറേ പെൺമക്കളും ഉണ്ടായിരുന്നു. എന്നിട്ട് താനിവിടെ പറയുകയാണ്, ഈ കമൻറ്റിൽ പറഞ്ഞിരിക്കുന്ന സലീം വിക്രം എന്ന് പറയുന്ന പ്രിയ വ്യക്തി പറയുകയാണ്, കയീൻ തൻ്റെ പെങ്ങന്മാരെ വിവാഹം കഴിച്ചതായിട്ട് പറയുന്നില്ല. പറയുന്നില്ലാത്തത് കൊണ്ട്, ബൈബിളിൽ പറയുന്നില്ലാത്തത് കൊണ്ട് താനും പറയുന്നില്ല. കൊള്ളാം, നല്ലൊരു നിലപാടാണ്, ഞാൻ യോജിക്കുന്നു. പക്ഷേ താനിവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ആദാമിന് കുറേ പെൺമക്കളുണ്ടായിരുന്നു. ഇത് ഏത് ബൈബിളിലാണ് പറഞ്ഞിരിക്കുന്നത്? ആ ബൈബിളിൽ താൻ കണ്ടെത്തിയിട്ടാണോ ഇത് പറഞ്ഞിരിക്കുന്നത്? അടുത്തൊരു കാര്യം ഇവിടെ പറയുക, ഇവിടെ ദൈവിക പദ്ധതി പ്രകാരം ദൂതന്മാർ അതായത് ദൈവത്തിൻ്റെ പുത്രന്മാർ ആദാമിൻ്റെ പെൺമക്കളെ വിവാഹം കഴിച്ചു. അപ്പോൾ കയീൻ പെങ്ങന്മാരെ കല്യാണം കഴിച്ചു എന്ന് ബൈബിളിൽ കണ്ടെത്താത്ത ഈ വ്യക്തി പറയുകയാണ്, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൂതന്മാർ വന്ന് ആദാമിൻ്റെ പെൺമക്കളെ വിവാഹം കഴിച്ചു. പ്രിയ സലീം വിക്രം എന്ന് പറയുന്ന സഹോദരൻ അത് ഏത് പുസ്തകത്തിൻ്റെ, ഏത് അധ്യായത്തിൻ്റെ, ഏത് വാക്യമാണ് പറയുന്നതെന്ന് എന്നോടൊന്ന് പറഞ്ഞാൽ കൊള്ളണം. കാരണം അങ്ങ് വചനത്തിൽ പറയാത്ത കാര്യം പറയില്ലല്ലോ. അതിൻ്റെ തെളിവാണല്ലോ ആദ്യം പറഞ്ഞത്, കയീൻ തൻ്റെ പെങ്ങളെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ടില്ലെന്ന്. താൻ മറ്റൊരാശയം കൂടെ പറയുന്നുണ്ട്, ഈ ശേത്തിനെയും എനോശിനെയും ഒന്നും ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിച്ചിട്ടുണ്ടെന്ന് ബൈബിൾ കാണുന്നില്ല. അപ്പോൾ ബൈബിളിൽ കാണാത്ത കാര്യങ്ങൾ ഒരു ഭാഗത്ത് പ്രസ്താവിക്കുകയും എന്നാൽ മറുഭാഗത്ത് ബൈബിൾ ഇല്ലാത്ത കാര്യങ്ങൾ തങ്ങളുടെ വാദഗതി ശരിയാണെന്ന് തെളിയിക്കാൻ എടുക്കുകയും ചെയ്യുന്നത് യുക്തിക്കും നീതിക്കും നിരക്കുന്നതല്ല. അപ്പോൾ ഞാൻ മടങ്ങി വരട്ടെ. ഈ കമൻറ്റിലെ ചില അബദ്ധങ്ങൾ എന്താണെന്ന് ഞാൻ വെളിപ്പെടുത്താം. ഒന്ന്, ദൈവിക പദ്ധതി പ്രകാരം ദൂതന്മാർ
ആദാമിൻ്റെ പെൺമക്കളെ വിവാഹം കഴിച്ചു. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൂതന്മാർ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ഭാഗത്ത് പറയുന്നു, എല്ലാവരും പൊക്കിപ്പിടിച്ചുകൊണ്ടുന്നൊരു വാക്യമുണ്ട്. യൂദയുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വചനത്തിൽ, ദൂതന്മാർ അന്യജഡം മോഹിച്ചു നടന്നു. ഈ ദൂതന്മാർ അന്യജഡം മോഹിച്ചു നടന്നു, അതായത് പാപം ചെയ്തു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണെന്ന് ഈ വ്യക്തി പറയുമ്പോൾ, ആ വീണുപോയ ദൂതന്മാർ പാപരഹിതരാക്കി പ്രഖ്യാപിക്കേണ്ടത് ആവശ്യമുണ്ടല്ലോ. കാരണം ദൈവത്തിന് പറയാമല്ലോ, ഞാൻ എൻ്റെ പദ്ധതി പ്രകാരമാണ് അവരന്യജഡങ്ങളെ മോഹിച്ച് പോയതെന്ന് പറയുമ്പോൾ ആ ദൂതന്മാർ അതിൽ നിന്ന് ഒഴിവുള്ളവരാണല്ലോ. അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഹോശയോട് ദൈവം ഒരിക്കൽ പറഞ്ഞു, ഒരു വേശ്യയുടെ ഭവനത്തിൽ ചെല്ലാൻ പറഞ്ഞു. അവിടെ ഒരു കുട്ടി ജനിക്കുന്നുണ്ട്. അത് ദൈവം പറഞ്ഞിട്ട് പോയതാ. അതുകൊണ്ട് ഹോശയ ഒരു വ്യഭിചാരിയാണെന്ന് ആ വചനത്തിൽ പറയുന്നില്ല. അതുപോലെയാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് ദൂതന്മാർ ചെന്ന് ആദാമിൻ്റെ പെൺമക്കളെ വിവാഹം കഴിച്ചതെങ്കിൽ അത് വഷളത്വമാകുന്നത് എങ്ങനെയാണ്? സലീം സഹോദര, ഡേവിഡ് പാസ്റ്റർക്ക് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല. കാരണം ഡേവിഡ് പാസ്റ്റർ വചനം പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഇല്ലെങ്കിൽ ചോദ്യത്തിന് മറുപടി പറയണം. രണ്ടാമത് പറയട്ടെ, ഈ ദൂതന്മാർ ചെന്ന് ആദാമിൻ്റെ മറ്റു പെൺമക്കളെ വിവാഹം കഴിച്ച് അവർക്ക് മക്കളുണ്ടായിട്ട് ആ മക്കളെയാണ് കയ്യൻ ഭാര്യയായി എടുത്തെന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്നു സഹോദര, നോഹയുടെ കാലത്തായി വഷളത്വം പെരുകി വന്നത്. അന്ന് മല്ലന്മാരുണ്ടായിരുന്നു പറയുന്നത് എന്താണെന്ന് ഞാൻ മല്ലനും വീരനും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ അതിൻ്റെ അർത്ഥം കിട്ടും. അതായത് കയ്യൻ്റെ അവിടെ 5 തലമുറയുണ്ടേ, വായിച്ചു നോക്കണം. കയ്യന് ഓൾറെഡി അവിടെ 5 തലമുറകൾ ജനിച്ചിട്ടുണ്ട്. 5 മക്കളല്ല, 5 തലമുറ. മകന്, അതിൻ്റെ മകൻ, അതിൻ്റെ മകൻ, അതിൻ്റെ മകൻ എന്നിങ്ങനെ 5 തലമുറ കയ്യന് ജനിച്ചിട്ടുണ്ട്. അവരെല്ലാം മല്ലന്മാരായിപ്പോയി. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വാക്കിൻ പ്രകാരം ദൂതന്മാർ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് നോഹയുടെ കാലത്തായി. ഏറ്റവും കുറഞ്ഞത് 9ാമത്തെ തലമുറ എന്നെങ്കിലും പറയാം. 10ാമത്തെ തലമുറ വേണ്ട, ഒന്നും കൂടെ പുറകോട്ട് ഇറക്കി പറയാം, 9ാമത്തെ തലമുറ. അപ്പോൾ വർഷം അത്രയുണ്ട് കടന്നു വന്നറിയാമോ? ഏകദേശം 926ഓളം വർഷം കൊണ്ട് കടന്നു പോകുന്നു. അത്രയും നാൾ ഈ കയ്യൻ വിവാഹം കഴിക്കാതിരുന്നിട്ട് മനസ്സിലാക്കുക. ഏകദേശം 1000 വർഷം വയസ്സ് പ്രായമെങ്കിലും കാണണം. താങ്കൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദൂതന്മാർ ചെന്ന് ആദാമിൻ്റെ പെൺമക്കളെ വിവാഹം കഴിച്ചിട്ട് ആ പെൺമക്കൾ ജനിച്ച് പ്രായമായി അതിനെ കയ്യൻ വിവാഹം കഴിക്കണമെങ്കിൽ 1000-ലധികം വർഷം വയസ്സ് പ്രായമായപ്പോഴാണ് കയ്യൻ വിവാഹം കഴിച്ചതെന്ന് താങ്കൾ സമ്മതിക്കേണ്ടി വരും. താങ്കളെ വചനം പഠിപ്പിക്കുന്നത് ഏതാത്മാവാണ്? ഞാൻ വചനം പഠിക്കുന്ന രീതിയെ കുറ്റം പറഞ്ഞ് താങ്കളോട് ഞാൻ ചോദിക്കുന്നത്. സലീം ബിക്കർ എന്ന് പറയുന്ന സഹോദരനോട് ചോദിക്കുകയാണ്, കയ്യൻ വിവാഹം കഴിക്കുമ്പോൾ 1000-ലധികം പ്രായം കഴിഞ്ഞുവെങ്കിൽ വീണ്ടും തനിക്കിതാ 5 തലമുറ മക്കൾ ജനിച്ചു. ഒന്ന് സാമാന്യ ബുദ്ധിക്ക് കണക്ക് കൂട്ടിയാൽ പോരെ സഹോദര? ഈ അബദ്ധമൊക്കെ പറയാൻ തോന്നുമോ? എന്നാൽ താങ്കളോട് പറയുന്നു കയ്യൻ പെങ്ങളെ വിവാഹം കഴിച്ചതായി പറയുന്നില്ല എന്ന്. അതെന്തിനാ പറയുന്നത്? എന്തിനാ? ആദാമിൻ്റെ ഭാര്യ ആരെന്നറിയാമോ? കേട്ടോ? ഒരു പക്ഷേ നിങ്ങളത് ആദ്യത്തെ ഒരു അറിവായിരിക്കാം. ആദാമിൻ്റെ ഭാര്യ എന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 5ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അവർക്ക് ആദാം എന്ന് പേരിട്ടു. ആർക്ക്? 2 പേർക്കും കൂടിയാണ് ആദാം എന്ന് പേരിടുന്നത്. അതായത് ആദാമിൽ തന്നെ ഹൗവയുണ്ടായിരുന്നു. ആദാമിൻ്റെ ഒരു അസ്ഥിയിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ട് അതിനെ രൂപം കൊടുത്തു മെനഞ്ഞെടുത്തതാണ് ഹൗവ. അങ്ങനെയെങ്കിൽ ആദാം പറയുന്നു, നീ എൻ്റെ അസ്ഥിക്ക് അസ്ഥിയും. മനസ്സിലാക്കുക. അപ്പോൾ ആദാമിൻ്റെ അസ്ഥിയിൽ നിന്ന് ജനിച്ച, ആദാമിൻ്റെ അസ്ഥിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഹൗവയെ ഭാര്യയായിട്ട് സ്വീകരിച്ചുവെങ്കിൽ, ഒന്നുകൂടി മനസ്സിലാക്കി നോക്കിക്കേ, അങ്ങ് തെക്കേ വീട്ടിലെ വർക്കിച്ചാൻ്റെ മകളെ അല്ല ഭാര്യയായിട്ട് കൊണ്ടുവന്നേ. മനസ്സിലായോ? ദൈവാത്മാവ് വചനം പഠിപ്പിക്കുമ്പോൾ അതിനെ ഖണ്ഡിക്കാൻ ശ്രമിക്കുമ്പോൾ ഭയക്കുക, ചിന്തിക്കുക. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന വചനത്തിന് ഒരു അബദ്ധവും പറ്റത്തില്ല സഹോദരങ്ങളെ. അത് ആദ്യം പഠിക്കുക. ബൈബിൾ കോളേജിലേക്കാണ് മാറ്റിവെച്ചു. മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പറയാം, ആദാം വിവാഹം കഴിച്ചത് അങ്ങേ വീട്ടിലെ ചാക്കോച്ചൻ്റെ മകളെയും മത്തയുടെ മകളെയൊന്നുമല്ല, തൻ്റെ സ്വന്തം അസ്ഥിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് ഉപയോഗിച്ചുവെങ്കിൽ തൻ്റെ രക്തത്തിൽ നിന്ന് ജനിക്കപ്പെട്ട മകളെ, അതായത് അപ്പൻ്റെ മകളായി ജനിച്ചവളെ ഭാര്യയായി സ്വീകരിച്ചുവെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ്.
നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം പെങ്ങളെയാണോ ഭാര്യയായി എടുത്തെന്നല്ല ചോദിക്കുന്നേ. അത് അന്നത്തെ രീതി വെച്ച് അത് പാപമൊന്നുമല്ല. ദൈവം അത് വെച്ചിട്ടൊന്നുമില്ല. വ്യവസ്ഥ വെച്ചാലല്ലേ ലംഘനമാകത്തുള്ളൂ. വ്യവസ്ഥയില്ല. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇപ്പോൾ സമൂഹത്തിലുണ്ടോ എന്നെനിക്കറിയില്ല. എങ്കിലും ഒരു 10-25 വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മുടെ ഹൈന്ദവരുടെ ഇടയിൽ മുറപ്പെണ്ണ് എന്ന് പറഞ്ഞ് അമ്മാവൻ്റെ മകളെ വിവാഹം കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇത് ക്രിസ്ത്യൻസ് ചെയ്യാറില്ല, കാരണം അത് പെങ്ങളാണ്. മുസ്ലിംസും ചെയ്യാറില്ല, അത് പെങ്ങളാണ്. പക്ഷേ ഹൈന്ദവ ആചാരപ്രകാരം അവർക്കത് തെറ്റല്ല. അത് അവരുടെ വിശ്വാസവും അവരുടെ ആചാരമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ക്രിസ്ത്യാനിക്ക് നിഷേധ്യമായത് ഹിന്ദുവിന് സ്വീകാര്യമായി വന്നു. കാരണം അവരുടെ ആചാരം അതാണ്. സഹോദരന്മാരുടെ മക്കളെ അവർ വിവാഹം കഴിക്കുന്നു. അങ്ങനെ രീതി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ആദാമിനോട് ഹവ്വയോടും ദൈവം പറഞ്ഞത്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിനെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്ന സകല മക്കളെയും ഹവ്വ പ്രസവിച്ച് കൂട്ടണമെന്നല്ല സഹോദര. അതിൻ്റെ അർത്ഥം അവിടെ ദൈവം കണ്ടത് ഇത് തന്നെയാണ്. ഏത്? ഈ ആദാമിലൂടെ ജനിച്ച ആൺമക്കളും പെൺമക്കളും തന്നെ ഭാര്യമാരായിട്ടെടുത്തു. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, താങ്കളെ എന്നെ വചനം പഠിപ്പിക്കാൻ വന്നല്ലോ, സലിം വിക്രം എന്ന് പറയുന്ന സഹോദരനോട് തന്നെ ഞാൻ ചോദിക്കുക, നോഹയുടെ പെട്ടകത്തിൽ 8 പേരിലുണ്ടായിരുന്നുള്ളൂ. ഷേമും ഹാമും യാഫേത്തും അവരുടെ ഭാര്യമാരും നോഹയും തൻ്റെ ഭാര്യയും. ഈ ഷേമിൻ്റെയും ഹാമിൻ്റെയും മക്കൾക്കൊക്കെ വിവാഹം കഴിക്കാൻ എവിടെ നിന്ന് കിട്ടി പെണ്ണിനും ചെറുക്കനെയും? നിങ്ങൾ പറയുന്ന സംസ്കാരം വെച്ച് പറയണം, എവിടെ നിന്ന് കിട്ടി? അപ്പോൾ അതിനൊന്നും മറുപടി പറയാനില്ലെങ്കിൽ സഹോദര, തൽക്കാലം വേറിട്ട ചിന്തയിൽ പറയുന്ന വചനങ്ങൾ അത് ഖണ്ഡിക്കണമെങ്കിൽ നിങ്ങൾ വചനം കൊണ്ട് വാ, യുക്തി കൊണ്ട് വരാതെ. യുക്തി കൊണ്ട് വന്നാൽ ഇതുപോലുള്ള യുക്തികൾ തിരിച്ചങ്ങോട്ട് വരും. അതുകൊണ്ട് സ്നേഹത്തോട് പറയുകയാണ്, ഡേവിഡ് പാസ്റ്റർക്ക് ഇതേവരെ അബദ്ധമെന്ന് തോന്നിയിട്ടില്ല. 3ാമത്തെ താങ്കളുടെ ഒറ്റ കമൻറ്റ് നിമിത്തം 4ാമത്തെ എപ്പിസോഡും ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം ജനം ഇത് അറിയണം. താങ്കളുടെ കമൻറ്റ് പബ്ലിക്കിൽ കിടക്കുന്നത് കൊണ്ട് അത് വായിക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അത് തീർക്കുക എന്നുള്ളത് ഈ വിഷയം അവതരിപ്പിച്ച എൻ്റെ ദൗത്യമാണ്. എന്നെ പല ശ്രോതാക്കളും വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാം, വിശദമായിട്ടിടാം. അപ്പോൾ നിങ്ങൾ ഈ സംശയമുള്ളവരൊക്കെ കേട്ട് പഠിക്കട്ടെ. അപ്പോൾ ഞാൻ പറയുന്നു, ഇവിടെ ആദാമിൻ്റെ പെൺമക്കളായി ജനിച്ചവരിൽ ഒരാളെ തന്നെയാണ് കയ്യൻ ഭാര്യയായിട്ടെടുത്തത്. അതവിടെ എഴുതി വെക്കണമെന്നില്ല. അതവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ താങ്കൾ സമ്മതിക്കുകയുള്ളൂ. എങ്കിൽ താങ്കൾ പറഞ്ഞ ഈ പ്രസ്താവന ഇവിടുന്ന് കിട്ടി. ദൂതന്മാർ ആദാമിൻ്റെ പെൺമക്കളുടെ അടുക്കൽ ചെന്നിട്ടുണ്ടായ കുട്ടിയിൽ അതിലൊരു മോളെയാണ് കയ്യൻ കെട്ടിയതെന്ന് പറഞ്ഞാൽ കാലം കൊണ്ടൊക്കത്തില്ല, യുക്തി കൊണ്ടൊക്കത്തില്ല. കയ്യൻ ഏകദേശം 1000 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് പെണ്ണ് കെട്ടിയെന്ന് പറഞ്ഞാൽ അതും ഒക്കത്തില്ല. അപ്പോൾ അതവിടെ പൊളിയാണേ. താങ്കളുടെ ആ വാദഗതി അവിടെ പൊളിയാണ്. പിന്നെ ഇവിടെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, യോബിൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6-ാം വചനത്തിൽ ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. ഓക്കെ, അത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 38-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ആ വാക്യം ഒന്ന് വായിക്കാം. യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഞാൻ ഒന്ന് വായിക്കാം. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ, ഇവിടെ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോഴുണ്ടായ ആ സന്ദർഭത്തിലെ കാര്യം പറയുന്നത്. അവിടെ 2 കൂട്ടരെയാണ് പരിചയപ്പെടുത്തുന്നത്. 1 പ്രഭാത നക്ഷത്രങ്ങൾ, 2 ദൈവപുത്രന്മാർ. മനസ്സിലായല്ലോ? ആരാണ് ഈ പ്രഭാത നക്ഷത്രങ്ങൾ? അരുണോദയ പുത്രനായ ശുക്ര എന്ന് വിളിച്ചതൊരു ദൂതനെയാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ പറയാം, പ്രഭാത നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ദൂതന്മാരാണ്. ദൈവപുത്രന്മാർ ആരാണെന്ന് വചനം പറയുന്നില്ല. അവിടെ സെറാഫുകളുണ്ട്, കെരൂബുകളുണ്ട്, വേറെ ജീവികളുടെ കാര്യം പറയുന്നുണ്ട്, അതുപോലെ തന്നെ ദൂതന്മാരുടെ കാര്യം പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ ദൂതനെ മാത്രം പരിചയപ്പെടുത്താനുള്ള കാരണം മനുഷ്യനോട് അറിയിക്കുവാനുള്ള ദൈവിക സന്ദേശങ്ങൾ കൈവശം കൊടുത്തുവിടുന്നത്, ഏൽപ്പിച്ചു വിടുന്നത് ദൂതന്മാരെയാണ്. അതുകൊണ്ട് തന്നെ ദൂതനെ മാത്രം പേരെടുത്ത് പറഞ്ഞ് മനുഷ്യനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പിന്നെ ആരാധനയുടെ കാര്യം പറയുമ്പോഴും അവിടെ മറയ്ക്കുന്ന കാര്യവും തോട്ടത്തിന് കാവലേൽപ്പിച്ച കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് ഈ കെരൂബുകളുടെ കാര്യം പറയുന്നത്. കാരണം അത് ഭൂമിയിലെ കാര്യങ്ങളാണ്. സ്വർഗത്തിലെ ആരാധനയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് സെറാഫുകളുടെ കാര്യം പറയുന്നത്. കാരണം അത് ഭൂമിയിൽ നിന്ന് യശയാവ് കണ്ടതാണ്. എന്നാൽ ഇതൊന്നും കാര്യമല്ല, മനുഷ്യനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളും സ്വർഗത്തിലുണ്ട്. അതെന്തെന്ന് ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ വെളിപ്പെടുത്തേണ്ട ആവശ്യമായിരുന്ന ദൂതന്മാരെ പ്രഭാത നക്ഷത്രങ്ങൾ എന്നുള്ള പേരിൽ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, ഈ സന്ദർഭത്തിൽ അവിടെ ഘോഷിച്ചുല്ലസിച്ചാർത്തവരുടെ കൂട്ടത്തിൽ പ്രഭാത നക്ഷത്രങ്ങൾ അഥവാ ദൂതന്മാരുണ്ടായിരുന്നു.
ദൈവപുത്രന്മാരെന്ന് പറയുന്ന ആരാന്ന് വചനം പറയാത്തത് കൊണ്ട് നമ്മൾ അവിടേക്ക് കടക്കുന്നില്ല. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് ദൂതന്മാർ, ആ ദൈവപുത്രന്മാരെന്ന് പറയുന്നത് ദൂതന്മാരാണെന്ന് ശഠിക്കുമ്പോൾ ചില ചോദ്യങ്ങളുണ്ട്, ഞാൻ പുറകെ കൊണ്ടുവരുന്നുണ്ട്. അടുത്തൊരു വ്യക്തിയുടെ കമന്റ് ഒന്ന് വായിക്കാം. ആദാം ദൈവപുത്രനായിരുന്നു, എന്നാൽ ഭാര്യയുടെ ദുരുപദേശത്തിൽ വിശ്വസിച്ച് ദൈവകൽപ്പനയെ ലംഘിച്ചു പാപിയായി ദൈവപുത്രൻ എന്നുള്ള സ്ഥാനം നഷ്ടപ്പെട്ടു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കാരണം അത് മറ്റൊരു തർക്കസംഗതിയാണ്. ആദാമിൻ്റെ രക്ഷ നഷ്ടപ്പെട്ടോ അതോ ആദാം രക്ഷിക്കപ്പെടുമെന്ന്. ഏതായാലും ഒരു കാര്യമുണ്ട്, വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം പറഞ്ഞു വരുമ്പോൾ ആദാം ദൈവത്തിൻ്റെ മകൻ എന്നവിടെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മകൻ എന്നുള്ള സ്ഥാനം നഷ്ടപ്പെട്ടിരുന്നു എങ്കിൽ സുവിശേഷത്തിൽ അങ്ങനെ പറയില്ലായിരുന്നു. അതങ്ങനെ പറഞ്ഞിട്ടുള്ളതിൻ്റെ അർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു ലൂക്കോസാണ് സുവിശേഷം എഴുതിയിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആദാമിനെ ദൈവത്തിൻ്റെ മകനെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി ആ തർക്ക വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. പിന്നെ പറയുന്നു, ശേത്തിനെയും ഏനോശിനെയും ദൈവപുത്രന്മാർ എന്ന് വിളിച്ചിട്ടില്ല. നല്ലൊരു പ്രസ്താവനയാണ്. എന്നാൽ ഇവിടെ ഈ ദൈവപുത്രന്മാരെന്ന് പറയുന്നത് ദൂതന്മാരെന്ന് എഴുതി വച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത് നമുക്ക് അനുമാനിച്ചെടുക്കാം. ഓക്കെ, ഇത് അനുമാനിക്കാൻ പറ്റത്തില്ല എങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കുന്നു, ശേത്തിനെയും ഏനേശിനെയും ദൈവപുത്രന്മാർ എന്ന് വിളിച്ചിട്ടില്ല എങ്കിൽ അവരുടെ സ്ഥാനമെന്ത്? അവർ ദൈവം മുമ്പാകെ എന്തായിരുന്നു? അവർക്ക് അംഗീകാരമുണ്ടായിരുന്നോ? സ്ഥാനമുണ്ടായിരുന്നോ? സ്വീകാര്യതയുണ്ടായിരുന്നോ? ഇല്ല എങ്കിൽ ദൈവപുത്രന്മാരെന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ സാത്താന്യ പുത്രന്മാരായി മാറി. അങ്ങനെയാണല്ലോ. ഒന്നല്ലേ ദൈവത്തിൻ്റെ മക്കൾ, അല്ല പിശാചിൻ്റെ മക്കൾ. അത് ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണ്. അപ്പോൾ ഇവിടെ ഏനോശും ശേത്തും ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ കമൻറ്റിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി പൊളിയുക. എന്നറിയാമോ? ഈ ഹവ്വയ്ക്ക് ഈ ഏനോശിന് കൊടുക്കുന്നത് തന്നെ ഹാബേലിന് പകരം കൊടുക്കുന്നതാണ്. അതാദ്യം മനസ്സിലാക്കുക. ഹാബേലിന് പകരം കൊടുക്കപ്പെട്ട ഏനോശ് ദൈവത്തിൻ്റെ പുത്രനല്ല എന്ന് പറയുന്ന ഈ സഹോദരൻ തന്നെ വചനം പഠിപ്പിക്കുന്നത് ഏത് ആത്മാവാണെന്ന് ഞാൻ സംശയിക്കുന്നു. എൻ്റെ പഠിതാക്കൾക്ക് വേണ്ടി ഞാൻ പറയുക, അദ്ദേഹത്തോട് തർക്കി ഇനി ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇനി ഒരു എപ്പിസോഡ് ഇറക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ഇപ്പോൾ ഇവിടെ നേരിട്ട് ചിന്തയിലൂടെ പല ദുരുപദേശങ്ങളും പൊളിച്ചടുക്കിയത് കൊണ്ട് നേർക്ക് തന്നെ ഇതുകൊണ്ട് വലിയ വിദ്വേഷമാണെന്ന് എനിക്കറിയാം. അവർ എന്നിൽ നിന്നൊരു സംഭവം കണ്ടുപിടിക്കാനായിട്ട് നോക്കിയിരിക്കുക. കാരണം പരിശുദ്ധ കൃപാവരങ്ങളെക്കുറിച്ചുള്ള വിശദീകരണത്തോട് യാതൊരു മറുപടിയും പറയുവാൻ പ്രവചനം നിന്നുപോയി, അന്യഭാഷ നിന്നുപോയി എന്ന് പഠിപ്പിക്കുന്നവർക്ക് മിണ്ടാട്ടം കെട്ടുപോയി. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൽ നിന്നുള്ള വിശദീകരണങ്ങളും ചോദ്യങ്ങളും വന്നപ്പോൾ അവരുടെ സംഭവം കെട്ടുപോയി. പിന്നെ എന്ത് പാപം ചെയ്താലും സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്നവർക്ക് മറുപടി കൊടുത്തപ്പോൾ അവരും കെട്ടുപോയി. അടുത്തത്, യഹോവ തന്നെയാണ് യേശുവായി വന്നെന്ന് പറഞ്ഞ കൂട്ടവർക്ക് ഒരു 5-6 വീഡിയോ കണ്ട് ചെന്നപ്പോൾ അവർക്കും മിണ്ടാട്ടം കിട്ടി. ഇനി എന്നിൽ എന്താണ് ഒരു പെശക് വരുന്നതെന്ന് കാത്തിരിക്കുന്നവരാണ് ഇതേ കയറി പിടിക്കുന്നത്. എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. പക്ഷെ ഒന്ന് പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം പഠിപ്പിക്കുന്നിടത്തോളം കാലം ഒരു മാനുഷിക ബുദ്ധിയുടെയും ഒരു തിയോളജിയുടെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വരില്ല. ഇത് എൻ്റെ ഉറപ്പല്ല. പൗലോസ് പറഞ്ഞതുപോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചിട്ട് പറയാണ്, ദൈവകൃപ എന്നുവരെ വ്യാപരിക്കുന്നുവോ അന്നുവരെ സത്യവചനം മാത്രമേ വേറിട്ട് ചിന്തയ്ക്കകത്ത് വരത്തുള്ളൂ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ശേത്തിനും ഏനോശിനും ദൈവപുത്രൻ എന്നുള്ള സ്ഥാനമില്ല എങ്കിൽ പിശാച് ദൈവത്തോട്, ദൈവമേ അങ്ങ് ഹാവേലിന് പകരം ഒരുത്തിനെ കൊണ്ടുവന്നില്ലേ, ഒരുത്തിനെ കൊടുത്തില്ലേ, അവനെ ഞാൻ തട്ടിക്കൊണ്ടു പോകുന്നു, ഇപ്പോൾ അവൻ എൻ്റെ മകനായി. പറ, ഈ കമൻ്റ് ഇട്ട വ്യക്തിയോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഏനോശും ശേത്തും ആരുടെ മകൻ? ഇനി അടുത്തത്, പിശാചിൻ്റെ മകനാണോ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയത്? അവൻ തുടങ്ങിക്കോട്ടെ. അഥവാ അവൻ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൽ അത് എഴുതി വെക്കണമോ? ഏനോശിൻ്റെ കാലത്താണ് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയതെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മകനല്ലാത്തവൻ ആരാധന തുടങ്ങാനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തു എന്നാണോ പ്രിയ സഹോദര പറയുന്നത്? ആ ആരാധന ദൈവം സ്വീകരിച്ചു എന്നാണോ പറയുന്നത്? താങ്കൾ തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ ഹാനോക്ക് മാത്രമേ നീതിമാനായിട്ടുള്ളൂ എന്ന്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്. അവിടെയാണ് ഈ ദൈവപുത്രന്മാർ, ഈ വീണുപോയ ദൈവപുത്രന്മാർ ആരാന്ന് വളരെ വ്യക്തമല്ലേ? കാരണം
ഇവരെല്ലാം ഒരു കാലത്ത് ദൈവസന്നിധിയിൽ നിന്നു. ഏനോശും നിന്നു, ശേത്തും നിന്നു. അവർ ആരാധനയും തുടങ്ങി. അതിനുശേഷം വഷളത്വം തുടങ്ങി. പക്ഷേ ഇവർ വഷളന്മാരായി പോയെന്ന് പറയുന്നില്ല. ഇവരുടെ തലമുറകൾ കൊണ്ട് വന്നു. അവർ ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ പറഞ്ഞിരിക്കുന്ന ഹാനോക്കിൻ്റെ തലമുറയും മാത്രമേ നീതിമാന്മാരായിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഈ ഹാനോക്കിൻ്റെ തലമുറയിൽ ഓരെണ്ണെങ്കിലും പെട്ടകത്തിനകത്ത് കയറിയ സഹോദര, എന്തിയാ മറുപടി? ഞാൻ എത്ര പ്രാവശ്യം ചോദിക്കാൻ കേട്ടെ. എൻ്റെ ഒരൊറ്റ ചോദ്യത്തിന് മറുപടി തരാതെ ആരൊക്കെയോ എന്തൊക്കെയോ തലമണ്ടിൽ കുത്തി നിറച്ച് വെച്ചിട്ട് അത് വെച്ചും കൊണ്ട് തട്ടിക്കൊണ്ടിരിക്കുക. വെറുതെ വേറിട്ട് ചിന്തകളെന്നുള്ള വചനപരിപാടിക്ക് ഇടയ്ക്ക് കയറി വചനം നിത്യമായി അറിയാതെ വെറുതെ കമൻ്റ് ഇട്ട് മോശമാകരുത്. ഇത് അഹങ്കാരം പറയുന്നതായിട്ട് നിങ്ങൾ തോന്നണ്ട. അഥവാ അഹങ്കാരമാണെന്ന് തോന്നിയാൽ ആ മുഴുവൻ മഹത്വം ദൈവത്തിൽ. കാരണം എൻ്റെ വചനപഠനം എന്താണെന്നും ഞാൻ ആരാണെന്നും എന്താണെന്നും എൻ്റെ കഴിവെന്താണെന്നും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ദൈവത്തിനറിയാവുന്നതുകൊണ്ട് ഒന്നും ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് പ്രാർത്ഥനയിൽ ദൈവം പഠിപ്പിക്കുന്ന വചനത്തോട് നിങ്ങൾ യുക്തി കൊണ്ട് എതിർക്കാൻ നോക്കരുത്. അതിന് മറുപടി തരാൻ ദൈവം തന്നെ യുക്തി തരും. നിങ്ങൾ പറഞ്ഞില്ലേ ഹാനോക്കിൻ്റെ തലമുറ മാത്രമേ ഉള്ളൂ നീതിമാന്മാരെന്ന്. എന്നിട്ട് ആ നീതിമാന്മാരെന്തിയാ വെട്ടക്കത്തനത്ത് കയറായിരുന്നേ? ഹാനോക്കിനെ മാത്രം എടുത്തുകൊണ്ട് പോകാനുള്ള കാരണം എന്താ? സഹോദര, വേറൊന്നുമല്ല. ഇവിടെ വഷളത്വം നിറഞ്ഞു, ഭൂമിയിലെ വഷളത്വം നിറഞ്ഞത്. അത് മനുഷ്യരുടെ ഇടയിലാണ് വഷളത്വം നിറഞ്ഞത്, ദൂതന്മാരുടെ ഇടയിലല്ല കേട്ടോ. ദൂതന്മാരുടെ ഇടയിലാണ് വഷളത്വം നിറഞ്ഞതെങ്കിൽ ഭൂമിയിൽ ദൂതനെ ഉണ്ടാക്കിയതിൽ ദൈവം അനുദപിക്കണമായിരുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചതല്ല അനുദപിച്ചത്. എന്നിട്ട് പറയുന്നു, മനുഷ്യരുടെ ഉള്ളിൽ എൻ്റെ ആത്മാവ് സദാകാലം ബാധിച്ചു കൊണ്ടിരിക്കുകയില്ല. അല്ല, പാപം ചെയ്ത ദൂതന്മാരാണെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ച് എന്തിനാ? എന്നിട്ട് അടുത്ത രസം കേട്ടോ, ഇതിനകത്ത് ഏറ്റവും ഇവരിലൊക്കെ പ്രവർത്തിക്കുന്ന ആ ഒരു ബുദ്ധി എന്താണെന്ന് മനസ്സിലാക്കണം. അവസാന കമൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവവചനം അനുസരിച്ച് മനുഷ്യരെയാണ് നീതിമാൻ, ദൈവപുത്രൻ, വിശുദ്ധൻ, ദേവന്മാർ എന്നൊക്കെ വിളിച്ചിരിക്കുന്നത്. ആഹാ, ഇത് തന്നെയല്ലേ ഞാൻ ആദ്യം മുതൽ പറയുന്നത്. ദൈവപുത്രന്മാരെന്ന് പറഞ്ഞാൽ മനുഷ്യർ തന്നെയാണെന്ന്. മനസ്സിലായോ? അപ്പോൾ ഈ ആദ്യം പറഞ്ഞു വന്ന വിഷയവും അവസാനം കൊണ്ട് ഉപസംഹരിച്ചതും തമ്മിൽ നേരെ തിരിഞ്ഞു പോയി. എന്താണെന്ന് വലിയ കാര്യം? എന്തായാലും വലിയ കാര്യം, നമ്മൾ പ്രാർത്ഥനയോടുകൂടി വചനം വായിക്കണം, പ്രാർത്ഥനയോടുകൂടി വചനം ധ്യാനിക്കണം, പ്രാർത്ഥനയോടുകൂടി വചനം പഠിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. തുടക്കത്തിലെ പറഞ്ഞു വന്നതൊന്നെ അവസാനിപ്പിച്ചപ്പോൾ നേരെ വിരുദ്ധമായിപ്പോയി. അപ്പോൾ താങ്കൾ പറഞ്ഞതായ കമൻറ്റിലേക്ക് തന്നെ ഉറപ്പിക്കും. ദൈവവചനം അനുസരിച്ച് മനുഷ്യരെയാണ് നീതിമാന്മാർ, ദൈവപുത്രൻ, വിശുദ്ധർ, ദേവന്മാർ എന്നൊക്കെ വിളിച്ചിരിക്കുന്നത്. ഇനി എല്ലാവരുടെയും കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കാൻ പറ്റത്തില്ല. ചിലർക്ക് പറഞ്ഞിരിക്കുന്നത് പണ്ട് വിശുദ്ധന്മാരായി ജീവിച്ചിരുന്നവർ അവരുടെ ആത്മാവാണ് വീണ്ടും ദൂതന്മാരായി വന്നെന്നൊക്കെ. ഇതിനൊക്കെ മറുപടി പറയുമ്പോൾ സമയമില്ല. അപ്പോൾ ഞാൻ വളരെ ഹ്രസ്വമായ ഒരു സമയം മാത്രം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരനോട് പറയുകയാണ്, ദൈവകൃപയാൽ വേറിട്ട ചിന്തയിൽ അവതരിപ്പിച്ച ഒരു വിഷയവും പിൻവലിക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിന് മറുപടി താ. അതല്ലാതെ അവിടെ എങ്ങാണ്ടൊരു വാക്യം കണ്ട് ഇവിടെ ഒരു വാക്യം കണ്ടെന്ന് വെറുതെ പറയല്ലേ. അതുകൊണ്ട് വീണ്ടും പറയുന്നു, അവിടുത്തെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ ദൈവപുത്രന്മാരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഏനോശ് മുതലുള്ള സന്തതി പരമ്പരയും, മനുഷ്യപുത്രന്മാരെന്ന് പറയുന്ന മറുഭാഗത്ത് കയീൻ്റെ സന്തതി പരമ്പരകളെയും. ഇനി ഒന്നും കൂടി പറയട്ടെ, കയീൻ്റെ ഭാര്യ വേറെ ആരുമല്ല, കയീൻ്റെ പെങ്ങൾ തന്നെയായിരുന്നു. അഥവാ ആവാമെന്നും കരുതുവാണെങ്കിൽ എനിക്കൊരൊറ്റ ചോദ്യം, ആദാമിന് വേണ്ടി ഭാര്യയെ മറ്റൊരു വീട്ടിൽ നിന്ന് എടുക്കണമായിരുന്നു. തൻ്റെ അസ്ഥിയിൽ നിന്ന് തന്നെ എടുത്തത്. തൻ്റെ അസ്ഥിയിൽ നിന്നെടുത്ത ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് ഉപയോഗിച്ചുവെങ്കിൽ തൻ്റെ രക്തത്തിൽ നിന്ന് ജനിച്ച ഒരേ പിതാവിൻ്റെ രക്തത്തിൽ നിന്ന് ജനിച്ച 2 പേർക്ക് ഭാര്യ ഭർത്താവാകാന്മാർ ആയതിൽ വലിയ തെറ്റൊന്നുമില്ല. അത് അന്നത്തെ ദൈവം അവർക്ക് കൊടുത്തിരുന്ന സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിലെങ്ങും നിറയാനായി ദൈവം വെച്ച് തരുമായിരുന്നു. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കയ്യനെ മാത്രം കയറി പിടിക്കാതെ മറുഭാഗത്ത് വരുമ്പോൾ ഹാമിനെയും ഷേമിനെയും യാഫേത്തിനെയും അവരെയും കൂടെ ഉൾപ്പെടുത്തണം. കാരണം പെട്ടകത്തിലന്ന് അവർ മാത്രമേ പുരുഷന്മാരായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് പെരുകിയത് എവിടെ നിന്നും കൂടി പറയണം. അപ്പോൾ വചനം പഠിക്കുമ്പോൾ പ്രാർത്ഥനയോട് പഠിക്കുക, പ്രാർത്ഥനയോട് കേൾക്കുക, പ്രാർത്ഥനയോട് ധ്യാനിക്കുക. അപ്പോൾ ഈ വക കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ദൈവം സഹായിക്കട്ടെ. ഈ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തോടുള്ള ബന്ധത്തിലുള്ള വിവരണത്തിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ്. ഇനി ആരെല്ലാം എന്തെല്ലാം കമൻറ്റുകൾ ഇട്ടാലും പ്രതികരിക്കുന്നതല്ല. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ മറുപടി തന്നാൽ ഞാൻ അതിൽ പ്രതികരിക്കാം. അല്ലാതെ ഒരു കമൻറ്റുകൾക്ക് ഞാൻ പ്രതികരിക്കുന്നതല്ല.
വചനം പഠിക്കുന്നവർക്ക് അത് പ്രയോജനകരമായി തീരട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.